إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. ഏറെക്കുറയും പറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ പ്രവാചക പുങ്കവൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ നമ്മളിൽ നിന്ന് വിടപറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കഴിഞ്ഞ ഒരാഴ്ചയിലെ ഞാൻ ഉൾപ്പെടുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. പരിശുദ്ധ റമളാൻ വലിയ അവസരമായിക്കൊണ്ടും സന്തോഷമായിക്കൊണ്ടും നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ ജീവിതത്തിൽ പുതിയ നന്മകളാകുന്ന പുതിയ ശീലങ്ങളെ ഉണ്ടാക്കിയെടുക്കുവാനും ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെ മാറ്റി നിർത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സിയാമു ശഹ്രി സ്വബ്രി വസിയാമു സലാസതി അയ്യാമിൻ മിൻ കുല്ലി ശഹ്രി കസിയാമി ദഹർ.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സിയാമു ശഹ്രി സബ്രി, ക്ഷമയുടെ മാസമുള്ള നോമ്പും അതുപോലെ തന്നെ ഓരോ മാസവും കടന്നു വരുന്ന അയ്യാമുൽ ബീദിലെ 3 നോമ്പുകൾ ആരെങ്കിലും അനുഷ്ഠിക്കുകയാണെങ്കിൽ മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കുന്നവനെ പോലെയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. സിയാമു ശഹ്രി സബ്രി, ക്ഷമയുടെ മാസം നോമ്പ് അനുഷ്ഠിക്കുന്നവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ കഴിച്ചുകൂട്ടിയ, നമ്മളിൽ നിന്ന് വിട പറഞ്ഞ റമദാനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിയാമു ശഹ്രി സബ്രി, ക്ഷമയുടെ മാസമുള്ള നോമ്പ് എന്നത്. ഈ റമദാൻ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ശീലങ്ങൾ, അതല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു ശീലത്തെ ഏറ്റവും നന്നാക്കേണ്ടതായ ആ ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. പ്രധാനമായും 3 വിഷയത്തിലാണ് ഒരു വിശ്വാസി ക്ഷമയെ അവലംബിക്കേണ്ടത്. ഒന്നാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെ അനുഷ്ഠിക്കുന്ന സമയത്ത് ഒരു വിശ്വാസിക്ക് ക്ഷമയുടെ ആവശ്യമുണ്ട്. സഹോദരങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം എന്ന ആയത്ത് അവതരിച്ചത് മുതൽ ഈ കഴിഞ്ഞ റമദാൻ വരെ മുസ്ലിമീങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അവർ ക്ഷമിക്കാൻ തയ്യാറാണ് എന്നതാണ്. രണ്ടാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച വിഷയങ്ങളിൽ ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, അതല്ലെങ്കിൽ നിരോധിച്ചതായ വിഷയങ്ങളിൽ മാറി നിൽക്കാൻ ജീവിതത്തിൽ ഒരൽപ്പം ക്ഷമയുടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ പകലുകളിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ആ റമദാനിൽ ക്ഷമയുടെ ചില ശീലങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ക്ഷമ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളിൽ നന്മയാകട്ടെ അതല്ലെങ്കിൽ ഒരു പ്രയാസമാകട്ടെ എന്ത് തന്നെയായിരുന്നാലും അല്ലാഹുവിന്റെ വിധികളിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ വിഷയം. മനുഷ്യരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ അവന്റെ കിടപ്പറയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഉണരുന്നത് മുതൽ അതേ ഉറക്കത്തിലേക്ക് രാത്രി തിരിച്ചെത്തുന്നത് വരെ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അതല്ല, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് 5-6 മണിക്കൂറുകൾ നമ്മൾ ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിന് സാധ്യമല്ല എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിലൂടെ മനസ്സിലാക്കിയവരാണ്, അതല്ലെങ്കിൽ അത് ജീവിതത്തിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. പക്ഷേ അനുഗ്രഹങ്ങൾ മാത്രമായിരുന്നില്ല ജീവിതത്തിൽ കടന്നു വന്നത് എന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ജീവിച്ചു തീർത്ത ജീവിത കാലങ്ങളിൽ നമുക്ക് മനസ്സിലായ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ചില പരീക്ഷണങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിനെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമേ വരൂ എന്നൊരു അമിത ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു വരും എന്നുള്ളതാണ്. ഒരു വിഭാഗം മനുഷ്യരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി ദീനിൽ അടിയുറച്ചു നിൽക്കുകയും ഏതെങ്കിലും ചില പരീക്ഷണങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആകെ അവതാളത്തിലായി പോകുന്ന ഒരു വിഭാഗം ജനതയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഞാൻ ഓതിയ ആയത്ത്, വമിനൻ നാസി, ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവരെങ്ങനെയുള്ളവരാ? മയ്യഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കുന്ന ആളുകളാണ് അവർ. മയ്യഅ്ബുദുല്ലാഹ അലാ ഹർഫി, അല്ലാഹു പറഞ്ഞു വെറുതെ അല്ല അവർ ആരാധിക്കുന്നത്. അലാ ഹർഫി, ഹർഫ് എന്ന് പറഞ്ഞാൽ അറബിയിൽ അറ്റം, അതല്ലെങ്കിൽ ഓരം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ അറ്റത്ത് നിന്നുകൊണ്ട് ദീനിലേക്ക് മുഴുവനായി പ്രവേശിക്കാതെ അതല്ലെങ്കിൽ ദീനിന്റെ അറ്റത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ, ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചു, അലാ ഹർഫിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലാ ശക്കി, ഒരു സംശയത്തിലാണ്.
ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ വരുമ്പോ അവർക്ക് ചില സംശയങ്ങൾ കടന്നു വരും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പഠിപ്പിച്ചു, ഫഇൻ അസാബഹു ഖൈറുൻ, അവരിലേക്ക് ഒരു നന്മയാണ് കടന്നു വരുന്നത് എങ്കിൽ ഇത്മഅന്ന ബിഹി, അവർ ആ നന്മ കൊണ്ട് സംതൃപ്തി അടയും. ഒരു നന്മ, ഒരു അനുഗ്രഹം ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ആ വിഭാഗം ആളുകൾക്ക് വളരെയധികം സംതൃപ്തിയായിരിക്കും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്, വഇൻ അസാബത്ഹു ഫിത്ന, വഇൻ അസാബത്ഹു ഫിത്ന, അവന് ഒരു പ്രയാസം അതല്ലെങ്കിൽ അവനൊരു പ്രതിസന്ധിയാണ് ബാധിക്കുന്നത് എങ്കിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഇൻഖലബ അലാ വജ്ഹിഹി, അവനവന്റെ മുഖം കുത്തി വീണു പോകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരുന്ന സമയത്ത് വളരെ കൃത്യമായി ദീനിൽ അടിയുറച്ചു നിൽക്കാനും അള്ളാഹുവിന്റെ വിധികളിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാനും സാധിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്ന മനുഷ്യർ, അവരിലേക്ക് ഒരു പ്രയാസമോ പ്രതിസന്ധിയോ കടന്നു വന്നാൽ അവരവരുടെ മുഖം കുത്തി വീണു പോകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അവർ ദീനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അരികിൽ നിന്നുകൊണ്ടാണ്. അവർ മുഴുവനായി ദീനിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ് അവർക്ക് ലഭിക്കുന്നത് എങ്കിൽ അവർ ആ ദീനിൽ ഉറച്ചു നിൽക്കും. അതല്ലെങ്കിൽ അവരതിൽ നിന്നും പിന്തിരിഞ്ഞു പോകുമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മദീനയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമായിരുന്നു. ആ മനുഷ്യൻ തന്റെ കച്ചവടമെല്ലാം കഴിഞ്ഞ് മദീനയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുതിര പ്രസവിക്കുകയും അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കുകയോ അത്തരത്തിലുള്ള അനുഗ്രഹങ്ങളോ അയാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും, ഇത് നന്മയുള്ള മതമാണ്. മദീനയിലെ ഒരു മനുഷ്യൻ ഇത്തരത്തിലായിരുന്നു. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ മനുഷ്യൻ, ഞാൻ നിൽക്കുന്ന ഈ മതം അത് നന്മയുള്ള മതമാണ്, അതാണ് ശരിയായ മതം. ഇനി അതല്ല, അയാൾ മടങ്ങി വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളല്ല അയാളെ കാത്തിരിക്കുന്നത് എങ്കിൽ അയാൾ പറയും, ഇത് ശരിയായ മതമല്ല. ഞാൻ ഈ മതത്തിൽ നിന്നിട്ട് എനിക്ക് പ്രയാസങ്ങൾ ലഭിക്കുന്നു, എനിക്ക് പരീക്ഷണങ്ങൾ ലഭിക്കുന്നു, അനുഗ്രഹമല്ല ലഭിക്കുന്നത്, ഇത് ശരിയായ മതമല്ല എന്ന് ആ മനുഷ്യൻ പറയും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അഅറാബികളായ ആ ഗ്രാമീണർ കടന്നു വരുമായിരുന്നു. വ്യത്യസ്ത ഇടവേളകളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് വരികയും അവരുടെ ഈമാനിനെയും അവരുടെ ഇസ്ലാമിനെയും എല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്നുകൊണ്ട് പുതുക്കിയിട്ട് അവർ തിരിച്ചവരുടെ നാടുകളിലേക്ക് ചെല്ലുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് വലിയ വിളവുകളും കച്ചവടത്തിലെ വലിയ ലാഭങ്ങളുമാണ് എങ്കിൽ, സമൃദ്ധിയുമാണ് എങ്കിൽ അവർ പറയും, ഈ ദീൻ എന്ന് പറയുന്നത്, ഞങ്ങൾ ഉൾപ്പെടുന്ന ഇസ്ലാം എന്ന് പറയുന്നത് അത് ഏറ്റവും ശരിയായ മതമാണ്. നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്നവർ പറയും. ഇനി അതല്ല, അവർ മടങ്ങി ചെല്ലുന്ന സമയത്ത് അവരെ കാത്തിരിക്കുന്നത് വരൾച്ചയും ക്ഷാമവുമാണ് എങ്കിൽ, കച്ചവടത്തിലെ നഷ്ടങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് എങ്കിൽ അവർ പറയും, ഞങ്ങളുടെ ഈ ദീനിൽ ഒരു നന്മയുമില്ല. ഞങ്ങൾ ഇതാ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് ഞങ്ങളുടെ ഈമാനിനെയും ഇസ്ലാമിനെയും പുതുക്കി തിരിച്ചു വരുമ്പോ ഞങ്ങളെ കാത്തിരിക്കുന്നത് കച്ചവടത്തിലെ നഷ്ടമാണ്, ഞങ്ങളെ കാത്തിരിക്കുന്നത് ക്ഷാമമാണ്, വരൾച്ചയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ദീനിൽ ഖൈറുണ്ടാകുക എന്ന് അഅറാബികൾ ചോദിക്കുമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ഈ വിഷയത്തിന്റെ സമയത്താണ് ഈ ആയത്ത് അവതരിക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ പല രീതിയിലുള്ള ബിസിനസ്സുകളിൽ, പല രീതിയിലുള്ള കച്ചവടങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മൾ ആ കച്ചവടത്തിൽ ആഗ്രഹിക്കുന്നത് ലാഭമാണ്, ദുനിയവിയായ ലാഭവും അതല്ലെങ്കിൽ മറ്റു ചില ആവശ്യങ്ങളുമാണ് നമ്മൾ അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയതാണ്, ഏത് ബിസിനസ് ആണെങ്കിലും ഒരുപക്ഷെ നമ്മളിലേക്ക് ഒരുപക്ഷെ നഷ്ടം സംഭവിച്ചേക്കാം, നമ്മളുടെ കച്ചവട ലാഭത്തിൽ ഒരൽപ്പം കുറവ് വന്നേക്കാം. അന്നേരം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അതല്ലെങ്കിൽ അവന്റെ വിധിയിൽ സംശയം തോന്നുന്നവരാണോ എന്ന് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആയത്തിൽ പറഞ്ഞ വിഷയമാണ്, അവരൊരു നന്മ ബാധിച്ചാൽ അവരതിൽ സംതൃപ്തി അടയുന്നത്. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ തൃപ്തിയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ സഹോദരങ്ങൾക്ക് അതല്ലെങ്കിൽ നമ്മളുടെ അയൽവാസികൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ നമ്മളെക്കാൾ അധികമായിരിക്കും. സമ്പത്തിന്റെ കാര്യത്തിൽ അതല്ലെങ്കിൽ മറ്റു ചില അനുഗ്രഹങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൽപ്പം അധികം നമ്മളുടെ സഹോദരങ്ങൾക്കോ അയൽവാസികൾക്കോ നൽകുമ്പോൾ
അവിടെ ഒരു അസൂയ വരുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടായിക്കൂടാ. കാരണം ലഭിച്ച നന്മയിൽ, ലഭിച്ച അനുഗ്രഹത്തിൽ തൃപ്തി അടയാൻ കഴിയുന്നവരായിരിക്കണം യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്ർ നമ്മളെ പഠിപ്പിക്കുന്നു. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തല, എന്നാൽ മനുഷ്യരാകട്ടെ ഇദാ മബ്തലാഹു, നാം അവരെ പരീക്ഷിക്കുകയും, ഇദാ മബ്തലാഹു റബ്ബുഹു, അവരുടെ രക്ഷിതാവ് അവരെ പരീക്ഷിക്കുകയും, ഫഅക്രമഹു, അവരെ ആദരിക്കുകയും, വനഅമഹു, അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ, ഫയഖൂലു, അവർ പറയും, റബ്ബി അക്രമൻ, എന്റെ രക്ഷിതാവിതാ എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് അവർ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിൽ പഠിപ്പിക്കുകയാണ്, അല്ലാഹു ഒരു മനുഷ്യരെ ആദരിക്കുകയും അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്താൽ, ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ റിസ്ഖിനെ നൽകുകയും ചെയ്താൽ, അവർ പറയും, ഫയഖൂലു റബ്ബി അക്രമൻ, എന്റെ രക്ഷിതാവിതാ എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയും. അതിനുശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അമ്മ ഇദാ മബ്തല, അവനെ നാം പരീക്ഷിക്കുകയാണ് എങ്കിൽ ഫഖദറ അലൈഹി റിസ്ഖ, ഇങ്ങനെയാണ് പരീക്ഷണം. അവന്റെ ഉപജീവനത്തിൽ ഒരു കുടുസത, അതല്ലെങ്കിൽ ഒരു പിടുത്തം, ഒരു കുറവ് വരുത്തുകയാണെങ്കിൽ, അവന് ലഭിച്ച അനുഗ്രഹങ്ങളിൽ, അവന്റെ ഉപജീവനത്തിൽ, അവന്റെ റിസ്ഖിൽ ഒരൽപ്പം കുറവ് വരുത്തി കഴിഞ്ഞാൽ, ഫയഖൂലു റബ്ബി അഹാനൻ, അവൻ പറയും, ഫയഖൂലു റബ്ബി, എന്റെ രക്ഷിതാവിൽ അഹാനൻ, എന്നെ കൈവടിഞ്ഞിരിക്കുന്നു, എന്നെ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്ന നിരാശയുടെ വക്കത്തിലേക്ക് അവൻ മാറുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ നന്മകൾ വരുമ്പോൾ മാത്രമാണോ ഇസ്ലാമിൽ അതല്ലെങ്കിൽ മതത്തിൽ കൃത്യമായി നിലകൊള്ളാൻ കഴിയുന്നത്? ഏതെങ്കിലും ചില പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വരുന്ന സമയത്ത് ഈ ദീനിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ വിഷയത്തിൽ ഏതെങ്കിലും സംശയങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഒരു പരിശോധന കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു പറഞ്ഞല്ലോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് നിങ്ങൾ പരീക്ഷിക്കാനാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത്തരത്തിലൊരു പരീക്ഷണം കടന്നു വരുന്ന സമയത്ത് ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ നമ്മളെ പഠിപ്പിച്ചു, വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അറബി ഭാഷപരമായി ചിന്തിക്കുന്ന സമയത്ത് വലനബ്ലുവന്നകും എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള തൗക്കീദുകൾ അവിടെ വന്നിട്ടുണ്ട്. ഒരു കാര്യത്തെ രണ്ടു തവണ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ, ചില കാര്യങ്ങളെ കൊണ്ട്, മിനൽ ഖൗഫി, അല്ലാഹു പറയാണ് ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, വൽ ജൂഇ, വിശപ്പ് കൊണ്ട്, വനഖ്സു മിനൽ അംവാലി, നിങ്ങളുടെ സമ്പത്തിൽ ഒരൽപ്പം കുറവ് വന്നേക്കാം, വൽ അൻഫുസി, നിങ്ങളുടെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ മാതാപിതാക്കളോ മക്കളോ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടേക്കാം, വസ്തമറാത്ത്, നിങ്ങളുടെ വിഭവങ്ങളിൽ ഒരൽപ്പം പരീക്ഷണം നാം നൽകിയേക്കാം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയുന്നുണ്ട്, വബശ്ശിരി സാബിരീൻ. അല്ലാഹു പറയാണ്, ഇത്തരത്തിൽ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ അല്ലാഹു അവസാനം പറയുന്നു, വബശ്ശിരി സാബിരീൻ, ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷ വാർത്തയുള്ളത് എന്ന് പറയുമ്പോൾ, അത്തരത്തിൽ സന്തോഷ വാർത്ത ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ചില വിഷയങ്ങളിൽ കുടുസത്ത് നമുക്ക് നേരിട്ടപ്പോ അവിടെ അല്ലാഹുവിൽ അല്ലെങ്കിൽ അവൻ നൽകിയ അനുഗ്രഹത്തിൽ തൃപ്തി പറയാൻ, അൽഹംദുലില്ലാഹ് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ചില വിഷയങ്ങളിൽ പരീക്ഷണം നമ്മളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അല്ലാഹു പഠിപ്പിച്ചിട്ടാണ് അവിടെ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷ വാർത്തയുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിന് ശേഷം അല്ലാഹു അടുത്തത് പറയുന്ന ആയത്ത്, അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അല്ലാഹു ആ ക്ഷമിക്കുന്ന ആളുകളെ കുറിച്ച് പറയുകയാണ്. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അവരെങ്ങാനും ഒരു പ്രയാസം അവരെ ബാധിച്ചു കഴിഞ്ഞാൽ, ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് വന്നവരാണ്, അതേ റബ്ബിലേക്ക്, അതേ അല്ലാഹുവിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മടക്കം. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് പഠിപ്പിച്ച അല്ലാഹുവാണ് ഞങ്ങളെ പരീക്ഷിക്കുന്നത്. ഞങ്ങൾക്കൊരു മുസീബത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ, കച്ചവടത്തിൽ ഏതെങ്കിലും ചില നഷ്ടങ്ങൾ, ജീവിതത്തിൽ ഇടപെടുന്ന മേഖലകളിൽ നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ, അല്ലാഹു നൽകിയതാണ്, അതിൽ തൃപ്തിയടയാൻ ഇത്മാഅന്ന ബിഹി എന്ന് സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പഠിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം.
നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ക്ഷമിക്കുന്നവരായ ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏത് പ്രയാസവും പ്രതിസന്ധിയും പരീക്ഷണവും വന്നാലും അല്ലാഹുവിൽ നിന്ന് വന്ന ഞങ്ങൾക്ക്, അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഞങ്ങൾക്ക് പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിയും എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ച പരീക്ഷണങ്ങളിൽ ഏതെങ്കിലും മുസീബത്ത് നമ്മളെ ബാധിച്ച സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഉരുവിടാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പരീക്ഷണങ്ങൾ ചെറുതായിരുന്നാലും വലുതായിരുന്നാലും ശരി, അല്ലാഹുവിൽ നിന്ന് വന്ന ഞങ്ങൾ അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങുന്നവരാണ്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പലവരും കേട്ട വിഷയമാണ് പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളത്. അത്തരത്തിൽ ക്ഷമിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്ത് സുമറിൽ, ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. നിശ്ചയമായും ക്ഷമാലുക്കൾക്ക് ഞാൻ പ്രതിഫലം നൽകുന്നത്, അവരുടെ ക്ഷമക്ക് പ്രതിഫലം നൽകുന്നത് ബിഗൈരി ഹിസാബ്, ഒരു കണക്കില്ലാത്ത പ്രതിഫലമായിരിക്കും അവർക്ക് നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. ഏതെങ്കിലും ചില പരീക്ഷണങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വരുമ്പോ ദീനിന്റെ വിഷയത്തിൽ, അല്ലാഹുവിന്റെ വിഷയത്തിൽ സംശയം വരുന്നവരായി, ഇൻഖലബ അലാ വജ്ഹിഹി, മുഖം കുത്തി വീണു പോകുന്ന അവതാരത്തിലായി പോകുന്നവരായി ഞാൻ നിങ്ങൾ മാറേണ്ടതില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. അതേ ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഞെരുക്കങ്ങളോ ഏതെങ്കിലും പ്രയാസങ്ങളോ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അതിനുശേഷം ഒരു എളുപ്പം വരാനുണ്ട് എന്ന് പഠിപ്പിച്ച റബ്ബ് തന്നെയാണ് നമുക്ക് ചില ഞെരുക്കങ്ങൾ തരുന്നത് എങ്കിൽ സഹോദരങ്ങളെ, അവിടെയെല്ലാം ക്ഷമിച്ച് അതിനുശേഷമുള്ള എളുപ്പത്തിന് വേണ്ടി കാത്തിരിക്കാൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഹിജ്റ പുറപ്പെടുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി ഹിജ്റ പുറപ്പെട്ട സമയത്ത് സൗദയിൽ വിളിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത്. ശത്രുക്കൾ ഗുഹാമുഖത്തിന് മുമ്പ് വന്നു നിൽക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിൽ ശത്രുക്കൾ ഇതാ നമ്മളെ പിടികൂടുകയാണ് ചെയ്യുന്നത്. നബിയെ, ശത്രുക്കൾ നമ്മളെ കാണും, അവർ നമ്മളെ വകവരുത്തുമെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകമുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ. നീ വിഷമിക്കേണ്ടതില്ല, ഇന്നല്ലാഹു മഅനാ, അല്ലാഹു നമ്മളുടെ കൂടെയുണ്ട് എന്ന വാചകം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോൾ സഹോദരങ്ങളെ, നമുക്കുമുള്ളതാണ് വാചകം. ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരുന്നുണ്ട് എങ്കിൽ, പ്രയാസങ്ങൾ വരുന്നുണ്ട് എങ്കിൽ, ലാ തഹ്സൻ, വിഷമിക്കേണ്ടതില്ല, ഇന്നല്ലാഹു മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ തീക്കുണ്ടാരത്തിലേക്ക് എറിയുമെന്ന് ഉറപ്പായ സമയത്ത്, മരിക്കുമെന്ന് ഉറപ്പായ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ച വാചകം ഹസ്ബിയല്ലാഹ് വ നിഅ്മൽ വകീൽ. എനിക്ക് എന്റെ അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, പരീക്ഷണങ്ങളോ പ്രതിസന്ധികളോ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു വാചകം ഉരുവിടാൻ മനസ്സിലൊന്ന് കൊണ്ടുവരാനെങ്കിലും എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ചില പരീക്ഷണങ്ങൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ചില നന്മകൾ വരുമ്പോൾ മാത്രം, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മാത്രം മതത്തിലേക്ക് കടന്നു വരികയും അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധിയോ പ്രയാസമോ വരുന്ന സമയത്ത് ആ ഇസ്ലാമിൽ നിന്ന് നീങ്ങിപ്പോവുകയും അതല്ലെങ്കിൽ മതത്തിന്റെ വിഷയത്തിലോ അള്ളാഹുവിന്റെ വിഷയത്തിലോ സംശയം ജനിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായിക്കൂടാ. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറം അല്ലാഹു ഏൽപ്പിക്കുകയില്ല എന്നുള്ളതാണ്. നമുക്ക് ലഭിച്ച പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അങ്ങനെ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരത്തിലുള്ള അതേ പരീക്ഷണം മറ്റൊരാൾക്കാണ് ലഭിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് ഇത് സാധ്യമല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യരെയും അവർക്ക് താങ്ങാൻ കഴിയാത്തത് ഏൽപ്പിക്കുകയില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, അത്തരത്തിലുള്ള ഏതെങ്കിലും സന്ദർഭം നമ്മളിലേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ച ഒരു ആയത്തുണ്ട്, വമൻ യത്തഖില്ലാഹ്, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, യജഅൽ ലഹു മഖ്റജ, അവന് വേണ്ട ഒരു പോംവഴി നാം കാണിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ക്ഷമ കൊണ്ട് ആ പ്രയാസത്തെ മറികടക്കാൻ ശ്രമിക്കുന്നവർക്ക് യജഅൽ ലഹു മഖ്റജ, നാം അവർക്ക് ഒരു പോംവഴി കാണിച്ചു കൊടുക്കുന്നതാണ് എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ, നമ്മളിലേക്ക് വരുന്ന പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അളവറ്റതായ പ്രതിഫലം നൽകുമെന്ന് പഠിപ്പിച്ച ആ ശമാനങ്ങളിൽ ഉൾപ്പെടാൻ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെ നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് അവസാനിച്ച് ഏകദേശം ഒരാഴ്ച പിന്നിടുന്ന സമയത്ത് ചില ചിന്തകൾ, ചില സമീപനങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. റമദാൻ മുമ്പുള്ള നമ്മളും റമദാനിലെ നമ്മളും ഒരുപോലെ ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ റമദാനിൽ ചില നന്മകൾ അധികം ചെയ്യാൻ, ചില സൽക്കർമ്മങ്ങൾ അല്പം ഉന്മേഷത്തോടു കൂടി ചെയ്യാൻ തൗഫീഖ് ലഭിച്ചവരാണ് നമ്മൾ. അത്തരത്തിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ സലഫുകൾ 6 മാസക്കാലം റമദാനിന് ശേഷം തങ്ങൾ റമദാനിൽ ചെയ്ത നന്മകളെ, സൽക്കർമ്മങ്ങളെ സ്വീകരിക്കാനുള്ള പ്രാർത്ഥനകളുമായിട്ടായിരിക്കും അടുത്ത 6 മാസത്തെ അവർ സ്വീകരിക്കുക എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ 6 മാസമല്ല, 6 ദിവസം കഴിയുന്ന ഈ സമയത്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ എത്ര തവണ റബ്ബന തഖബ്ബൽ മിന്നാ, ഞങ്ങൾ ചെയ്ത പ്രവർത്തനം, ഞാൻ റമദാനിൽ ചെയ്തു കൂട്ടിയ നന്മകൾ സ്വീകരിക്കണേ റബ്ബേ എന്ന പ്രാർത്ഥന ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ എത്ര പ്രാവശ്യം നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ അവസാനിച്ച ഒരാഴ്ച പിന്നിടുമ്പോ ഈ ഒരാഴ്ചയില് നമ്മളെ, ഞാൻ ഉൾപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ ഈ റമദാനിലെ നമ്മളായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. റമദാനിൽ ചില നന്മകൾ ഒരൽപ്പം ഉന്മേഷത്തോടു കൂടി ചെയ്യാൻ, സൽക്കർമ്മങ്ങളെ അല്പം ഉന്മേഷത്തോടും ആവേശത്തോടു കൂടിയും സ്വീകരിക്കാൻ സാധിച്ചവരാണ് നമ്മൾ. അതിന് പ്രധാനപ്പെട്ട കാരണമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇദാ ജാ റമദാൻ, റമദാൻ വന്നു കഴിഞ്ഞാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നിടും. വഗുല്ലിതത് അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. വസഫിദത്തിശ് ശയാത്തീൻ, ശൈത്താനിനെ, പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ദികളാക്കുകയും ചെയ്യുമെന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, റമദാനിൽ നമുക്ക് അല്പം നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് പിശാചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ദിയാക്കിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ആ റമദാൻ അവസാനിച്ചു കഴിയുമ്പോൾ ആ പിശാച് തന്റെ ആ ഒരു മോചനം നേടിയെടുത്തിരിക്കുകയാണ്. പിശാച് റമദാൻ കഴിയുമ്പോൾ തന്റെ അല്ലാഹുവിന്റെ അടിമകളെ വഴിതെറ്റിക്കാൻ, അവരുടെ സൽക്കർമ്മങ്ങളിൽ കുറവ് വരുത്താൻ, ഇഷ്കാരുണ്ടാക്കുക ആ പിശാച് നമുക്ക് ചുറ്റുമുണ്ട് എന്ന ബോധ്യം, വസ്തുത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, നമസ്കാരത്തിൽ ശ്രദ്ധ തിരിഞ്ഞു പോകുന്ന അവസ്ഥയെ കുറിച്ച്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഇടപെടുന്നതാണ്, ശൈത്താൻ നിസ്കാരത്തിൽ ഇടപെടുന്നതാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, റമദാനിൽ ഒരുപാട് നമസ്കാരങ്ങൾ, ഫർളായതും സുന്നത്തായതുമായ ഒരുപാട് നിസ്കാരങ്ങൾ പുലർത്തിയ നമ്മൾക്ക് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അതിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട ആളാണ്, 10 സ്വർഗ്ഗാവകാശികളിൽപ്പെട്ട ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അദ്ദേഹം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പറയുന്നുണ്ട്, നിസ്കാരവും ഖുർആൻ പാരായണവും പിശാച് കുഴപ്പത്തിലാക്കുന്നു, പിശാച് അതിൽ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദാക ശൈത്താൻ, അത് ശൈത്താനാണ്. യുഖാലു ലഹു ഖിൻസബ്, ഖിൻസബ് എന്ന പേരുള്ള ശൈത്താനാണ് ഖുർആൻ പാരായണത്തിലും നിസ്കാരങ്ങളിലും ഇടപെടുക എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ചുറ്റും ഒരുപാട് ഹിൻസബുമാരുണ്ട് എന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. റമദാനിൽ ഖിയാമുൽ ലൈലും തറാവീഹുകളും അടങ്ങുന്ന രാത്രി നമസ്കാരങ്ങളും
എല്ലാ ഫർദ് നമസ്കാരങ്ങളും നമസ്കരിച്ചവരാണ് നമ്മൾ. അതിനുശേഷം റമദാൻ കഴിയുമ്പോൾ ആ പിശാചിന്റെ മോചനം നടപ്പായതിനു ശേഷം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഏതെങ്കിലും ചില ശ്രദ്ധക്കുറവുകൾ വരുന്നുണ്ട് എങ്കിൽ ഹിൻസബുമാർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിലും റമദാനിൽ ഒരു ദിവസം ഒരു ജുസെങ്കിലും ഓതി തീർത്തവരാണ് നമ്മൾ, ഒരു ഖത്മെങ്കിലും ഓതി തീർത്തവരാണ് നമ്മളെങ്കിൽ റമദാൻ അവസാനിച്ച് 7 ദിവസം പിന്നിടുമ്പോൾ എത്ര പേര് ഓതി തീർക്കാൻ കഴിഞ്ഞു എന്ന ഒരു ആത്മചിന്ത എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കി തീർക്കരുത്, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബർസ്ഥാനുകളാക്കരുത് എന്ന് പഠിപ്പിക്കുമ്പോൾ ഹദീസിനെ വിവരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ലാ തജഅൽ ബുയൂതകും, നിങ്ങളുടെ വീടുകളെ ഖുർആൻ പാരായണം നിലച്ചതായാൽ ശ്മശാനങ്ങളിൽ നിന്ന് നമുക്ക് ഒരു ശബ്ദവും കേൾക്കാൻ സാധ്യമല്ല. ഖുർആൻ പാരായണം ഇല്ലാത്ത സ്ഥലമാണ് ശ്മശാനം. ഖബർസ്ഥാനിൽ നിന്ന് അതൊരിക്കലും കേൾക്കാൻ സാധ്യമല്ല. അത്തരത്തിലുള്ള ഖബർസ്ഥാനുകളാക്കി, ഖുർആൻ പാരായണം ഇല്ലാത്ത വീടുകളാക്കി നിങ്ങളുടെ വീടുകളെ മാറ്റരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ, റമദാനിൽ എല്ലാത്തിനും ആവേശം ഉണ്ടായിരുന്ന, ഉന്മേഷം ഉണ്ടായിരുന്ന നമുക്ക് ആ റമദാൻ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോ ഖുർആനോദിന്റെ വിഷയത്തിലും നമസ്കാരത്തിന്റെ വിഷയത്തിലും എല്ലാം എത്രത്തോളം ശ്രദ്ധ ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളും ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശവ്വാൽ മാസത്തിലാണ്. ശവ്വാലിലെ 6 നോമ്പ് അനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇനിയും ദിവസങ്ങളുണ്ട് എനിക്കും നിങ്ങൾക്കും ആ നോമ്പ് അനുഷ്ഠിച്ച് തീർക്കാൻ. ഒരു വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചവന്റെ പ്രതിഫലം ലഭിക്കാൻ 6 നോമ്പുകൾ കൂടി നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്താൽ മതിയാകുമെങ്കിൽ ആ ഒരു വിഷയത്തിലും ഞാൻ നിങ്ങളും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകളും സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരി സഹോദരന്മാർ, കുടുംബമിത്രാദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മളെയും അവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ചുറ്റും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫാഉൻ ആജിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين.